അപ്പോൾ നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കളെല്ലാം കഴിഞ്ഞ ഒരു മാസത്തോളമായിട്ട് ഒറ്റയ്ക്ക് തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിളിച്ച് ചോദിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറയാം എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസിൻ്റെ എല്ലാ നേതാക്കന്മാരും എന്നോട് പറഞ്ഞിരുന്നു. കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഇന്നുള്ള എല്ലാ നേതാക്കന്മാരും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം എന്നോട് പറഞ്ഞിരുന്നു. ഞാൻ അവരോട് ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു. അത് ഒരു അപ്രോപ്രിയേറ്റ് സമയം നോക്കി പറയാമെന്ന് കരുതിയാണ് ഇതുവരെ വെയിറ്റ് ചെയ്തത്. അപ്പോൾ എനിക്ക് നിങ്ങൾ കഴിഞ്ഞ ഒരു മാസമായി എന്നോട് ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യത്തിൻ്റെ ഉത്തരമായി പറയാനുള്ളത്, ഞാൻ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല, എനിക്ക് താല്പര്യമില്ല, എൻ്റെ വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ട് മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വിവരം നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നിങ്ങളെ കാണാമെന്ന് തീരുമാനിച്ചത്. ഞാൻ 7 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്. 91 മുതൽ ഒരു തെരഞ്ഞെടുപ്പിൽ മാത്രം പരാജയപ്പെട്ടു. ബാക്കി 6 തെരഞ്ഞെടുപ്പിലും വിജയിച്ചു. മാധ്യമ സുഹൃത്തുക്കൾ ഉൾപ്പെടെ എല്ലാ മേഖലയിൽ നിന്നും വലിയ പിന്തുണ എല്ലാ കാലത്തും എൻ്റെ പൊതുപ്രവർത്തന രംഗത്തുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒന്നുമല്ലാതിരുന്ന എന്നെ ഞാനാക്കി മാറ്റുന്നതിൽ കോൺഗ്രസ് പാർട്ടിയും അതുപോലെ തന്നെ തൃപ്പൂണിത്തുറയിലെ ജനങ്ങളും വലിയ പങ്കാണ് വഹിച്ചത്. ഒരു സാധാരണക്കാരനായിരുന്ന എന്നെ 91-ൽ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം തൃപ്പൂണിത്തുറയിൽ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചു. അന്ന് തൃപ്പൂണിത്തുറ നിയോജകമണ്ഡലം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്ത് UDFനെ സംബന്ധിച്ചും ഒരു ബാലികേറ മലയായിരുന്നു. CPMൻ്റെ കേരളത്തിലെ ഏറ്റവും ഉറച്ച സീറ്റുകളിൽ ഒന്നായിരുന്നു തൃപ്പൂണിത്തുറ. അന്ന് AK ആന്റണി എൻ്റെ സ്ഥാനാർത്ഥിത്വം എന്നെ അറിയിക്കാൻ വിളിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഒന്ന് പോയി നോക്ക്, വേറെ ഒന്നും ശരിയായില്ല എന്നാണ്. അപ്പം അങ്ങനെ ഒരു അന്തരീക്ഷത്തിലാണ് ഞാൻ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തൃപ്പൂണിത്തുറയിൽ പോയത്. പക്ഷേ തൃപ്പൂണിത്തുറയിലെ ജനങ്ങൾ എല്ലാ നിലയിലും എനിക്ക് വലിയ പിന്തുണ നൽകി. പിന്നീട് തുടർന്നു വന്ന തെരഞ്ഞെടുപ്പുകളിൽ മാത്രമല്ല, ഈ കാലം അത്രയുള്ള പ്രവർത്തനങ്ങളിലും തൃപ്പൂണിത്തുറയിലെ ജനങ്ങളും പാർട്ടി പ്രവർത്തകരും വലിയ പിന്തുണയാണ് നൽകിയത്. അതുകൊണ്ടാണ് ഇത്ര കാലം തുടർച്ചയായി വിജയിക്കാൻ സാധിച്ചത്. ഇടക്കാലത്ത് 5 കൊല്ലം ഗവൺമെൻറ്റിൽ, ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൽ മന്ത്രിയായി പ്രവർത്തിക്കാനും അവസരമുണ്ടായി. ആ സമയത്തും പ്രധാനപ്പെട്ട ചില പദ്ധതികൾ നടപ്പാക്കുന്നതിൽ നല്ല പങ്കുവഹിക്കാൻ സാധിച്ചു എന്നുള്ളതിൽ എനിക്ക് അഭിമാനമുണ്ട്. വിഴിഞ്ഞം തുറമുഖ പദ്ധതി ഇന്ന് കേരള ഗവൺമെൻറ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രോജക്റ്റായിട്ട് എടുത്തു കാണിക്കുന്നത് വിഴിഞ്ഞം പ്രോജക്റ്റാണ്. യഥാർത്ഥത്തിൽ ആ പ്രോജക്റ്റ് എല്ലാവർക്കും അറിയാം, അത് ശ്രീ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ സമയോചിതമായ നേതൃത്വത്തിലും ഇടപെടലും ഉണ്ടായതാണ്. അന്ന് തുറമുഖ വകുപ്പ് മന്ത്രി ആയി പ്രവർത്തിച്ചിരുന്നത് ഞാനാണ്. അതുപോലെ തന്നെ കണ്ണൂർ വിമാനത്താവളവും UDF ഗവൺമെൻറ് കാലത്താണ് അത് നിർമ്മാണം ആരംഭിച്ചതും ഏതാണ്ട് 80% നിർമ്മാണം പൂർത്തിയാക്കിയത്. ആ വകുപ്പിൻ്റെയും ചുമതല എനിക്കായിരുന്നു. നെടുമ്പാശ്ശേരി എയർപോർട്ടിലും ഇൻ്റർനാഷണൽ ടെർമിനലിൻ്റെ ആദ്യം, ഇന്നിപ്പോൾ അതിനകത്ത് മാറ്റം വന്നിട്ടുണ്ട്, എന്നാൽ ആ ടെർമിനൽ നിർമ്മാണം ആരംഭിച്ചതും അവിടെ സോളാർ പദ്ധതി ആവിഷ്കരിച്ചതെല്ലാം ആ കാലഘട്ടത്തിലാണ്. ഏതായാലും ഗവൺമെൻറ് പ്രവർത്തിച്ചപ്പോൾ മത്സ്യത്തൊഴിലാളി മേഖലയിലും ധാരാളം ക്ഷേമ പദ്ധതികൾ നടപ്പാക്കാനുമൊക്കെ സാധിച്ചിട്ടുണ്ട്.
അങ്ങനെ ഗവൺമെൻറ്റിൽ പ്രവർത്തിക്കുമ്പോഴും MLA എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുമ്പോഴും വലിയ ആക്ഷേപമില്ലാത്ത നിലയിൽ പ്രവർത്തിക്കാൻ സാധിച്ചു എന്നുള്ള ചാരിതാർത്ഥ്യമുണ്ട് എനിക്ക്. ഞാൻ ഇടക്കാലത്ത് 2016 പരാജയപ്പെട്ടെങ്കിലും 2021 വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ സാധിച്ചു. അത് പരാജയപ്പെട്ടതിനെ തുടർന്ന് ആ സീറ്റ് തിരിച്ചു പിടിക്കണമെന്നുള്ള ഒരു വാശിയോടുള്ള പ്രവർത്തനം നടത്തി ആ സീറ്റ് തിരിച്ചു പിടിക്കാൻ സാധിച്ചു. ഞാൻ 4 തവണ മത്സരിച്ചപ്പോൾ ഉള്ള തൃപ്പൂണിത്തുറ നിയോജകമണ്ഡലമല്ല ഇപ്പോൾ ഉള്ളത്. ഞാൻ ആദ്യം 91 വന്ന് മത്സരിക്കുമ്പോൾ ഉള്ള തൃപ്പൂണിത്തുറ നിയോജകമണ്ഡലത്തിൻ്റെ ഏതാണ്ട് 73% ഏരിയ ഇന്ന് തൃക്കാക്കരയിലും എറണാകുളം നിയോജകമണ്ഡലത്തിലുമാണ്. പഴയ പള്ളുരുത്തി ശ്രീ ഡൊമിനിക് പ്രസൻറ്റേഷൻ പ്രതിനിധീകരിച്ചിരുന്ന പള്ളുരുത്തി നിയോജകമണ്ഡലത്തിൻ്റെ ഭൂരിപക്ഷം മേഖലയാണ് ഇപ്പോൾ തൃപ്പൂണിത്തുറ നിയോജകമണ്ഡലത്തിലേക്ക് വന്നിട്ടുള്ളത്. ആ നിയോജകമണ്ഡലം 2011 വരുമ്പോഴും കോൺഗ്രസ്സിന് ഈ ജില്ലയിലെ ഏറ്റവും മോശം സീറ്റ് എന്നുള്ള നിലയിലാണ് കണക്കാക്കിയിരുന്നത്. പക്ഷെ എന്നാലും അവിടെയും മത്സരിച്ച് വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ സാധിച്ചു. 16 കൈവിട്ട് പോയെങ്കിലും 21 തിരിച്ചു പിടിക്കാൻ സാധിച്ചു. അപ്പോൾ അങ്ങനെ സാമാന്യം ജനങ്ങളുമായി ബന്ധപ്പെട്ട് നന്നായി പ്രവർത്തിക്കാൻ സാധിച്ചു എന്നാണ് ഞാൻ കരുതുന്നത്. എൻ്റെ ഈ കാലയളവിലൊക്കെ ഉള്ള പ്രവർത്തനങ്ങളിൽ ഞാൻ നേരത്തെ KSU കാലം മുതൽ പ്രവർത്തനത്തിലും എറണാകുളം പ്രസ് ക്ലബ്ബുമായിട്ടൊക്കെ നന്നായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നതാണ്. അന്നത്തെ പത്രപ്രവർത്തകർ ഒരു പത്രത്തിലുള്ള ആളുകൾ ഇന്നില്ല. എല്ലാവരും തന്നെ മാറിക്കഴിഞ്ഞു. എല്ലാവരും തന്നെ ഇന്ന് ജീവിച്ചിരിക്കുന്നവർ തന്നെ വളരെ കുറവാണ്. ഏതായാലും പ്രവർത്തനം എറണാകുളത്ത് വന്ന് പ്രവർത്തനം ആരംഭിച്ച കാലം മുതൽ തന്നെ പ്രസ് ക്ലബ്ബുമായി ബന്ധമുണ്ടായിരുന്നു. ഈ കാലഘട്ടത്തിൽ പ്രസ് ക്ലബിനും ഒരു പ്രധാനപ്പെട്ട കാര്യം ചെയ്തു കൊടുക്കാനും എനിക്ക് സാധിച്ചു. വളരെ കാലം എറണാകുളം പ്രസ് ക്ലബ്ബ് ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയ കുറച്ച് സ്ഥലം പ്രസ് ക്ലബിന് ലഭിക്കുന്നതിന് വേണ്ടി അതിനും എനിക്ക് പ്രവർത്തിക്കാൻ സാധിച്ചു. ഏതായാലും നിങ്ങളെല്ലാം ഈ സുദീർഘമായ എൻ്റെ പ്രവർത്തന കാലഘട്ടത്തിൽ നൽകിയ എല്ലാ സഹായത്തിനും പിന്തുണയ്ക്കും നിങ്ങളോട് നന്ദി രേഖപ്പെടുത്തുന്നു. എന്നെ കൈപിടിച്ചുയർത്തിയ തൃപ്പൂണിത്തുറയിലെ ജനാധിപത്യ വിശ്വാസികളോടും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എന്നെ പിന്തുണച്ചിരുന്ന എല്ലാ വിഭാഗം ജനങ്ങളോടും ഞാൻ ഈ സന്ദർഭത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ കാര്യം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിങ്ങളോട് പറയണം എന്ന് ആഗ്രഹിച്ചെങ്കിലും പാർട്ടിക്കകത്ത് ഒരു ധാരണ ഉണ്ടാകുന്നതിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ ഒറ്റയ്ക്ക് എന്നെ വിളിച്ചപ്പോഴെല്ലാം ഞാൻ പറയാം എന്ന് പറഞ്ഞിരുന്നത്. അത് മാത്രമല്ല, ഒരു മാധ്യമക്കാരോട് മാത്രം പറയുന്നതിനോട് എനിക്ക് താല്പര്യമുണ്ടായിരുന്നു. കാരണം എല്ലാവരും എനിക്ക് ഒരുപോലെ അടുപ്പമുള്ളവരും ബന്ധമുള്ളവരായിരുന്നു. അതുകൊണ്ടാണ് എല്ലാവരെയും കൂടി വിളിച്ചു കൂട്ടി പറയണം എന്ന് ആഗ്രഹിച്ചത്. അപ്പോൾ നിങ്ങളുടെ സഹായങ്ങൾക്കെല്ലാം ആത്മാർത്ഥമായി നന്ദി രേഖപ്പെടുത്തുന്നു. തൃപ്പൂണിത്തുറ നിയോജകമണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെ UDFൻ്റെ ഒരു മികച്ച സ്ഥാനാർത്ഥിയെ പാർട്ടി നേതൃത്വം കണ്ടെത്തും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും തൃപ്പൂണിത്തുറ നിയോജകമണ്ഡലം UDFൻ്റെ പക്ഷത്ത് ഈ പ്രാവശ്യവും ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. കേരളത്തിൽ ഒരു ഭരണമാറ്റം ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഈ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് എന്തുമ തൊട്ടാലും നാശമാകുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഭരണമാറ്റം ജനങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. ഇനി ഈ ഗവൺമെൻറ്റിന് മുന്നോട്ട് പോകാൻ തിരിച്ചു മൂന്നാം LDF ഗവൺമെൻറ് എന്നുള്ളത് അസാധ്യമാണ് എന്നുള്ളത് ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആ സന്ദർഭത്തിൽ തൃപ്പൂണിത്തുറയിൽ നിന്നുള്ള ഒരു പ്രതിനിധി UDFൻ്റെ ഗവൺമെൻറ്റിനെ പിന്താങ്ങാൻ ഉണ്ടാകും എന്ന് എനിക്ക് യാതൊരു സംശയമില്ല. ഇത്രേ പറയാനുള്ളൂ. ഞാൻ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് മാറാണെന്നാണ് പറഞ്ഞത്. പ്രത്യേകിച്ച് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ്. പിന്നെ ഒരു അംഗത്തിന് ബാധ്യതയുണ്ടെങ്കിൽ അപ്പം നോക്കാം. ഞാൻ ഒരാളുടെ പേരും നിർദ്ദേശിക്കില്ല. കാരണം അങ്ങനൊരു പിൻഗാമിയെ നിർദ്ദേശിക്കുന്ന
ഒരു സമീപനം അല്ലെങ്കിൽ ഒരു രീതി കോൺഗ്രസിൻ്റെ ഒരു പാർട്ടിയിലും ഉണ്ടെന്നിരിക്കുക. പാർട്ടി നേതൃത്വം എല്ലാവരുമായിട്ട് ചർച്ച ചെയ്ത് ഏറ്റവും ഉചിതമായ ഒരു തീരുമാനം എടുക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ഏതാണ് അതല്ലേ അതാണ് ഞാനിപ്പോ പറഞ്ഞത്. അങ്ങനെ ഒരു കീഴ്വഴക്കില്ല. ഇല്ലെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ഇല്ലെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? അല്ല, മാർട്ടിന് അറിഞ്ഞൂടെ അങ്ങനെ ഒരു വിഭാഗീയത കോൺഗ്രസിന് അതിപ്പില്ലെന്ന്? അതിനകത്ത് എല്ലാ പാർട്ടിയിലും ഓരോ കാലഘട്ടത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടായില്ലേ, VS അച്യുതാനന്ദനും പിണറായിയുടെ നേതൃത്വം തമ്മിൽ, ഔദ്യോഗിക നേതൃത്വം മുഖ്യമന്ത്രി തമ്മിൽ, അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രണ്ട് വിഭാഗമായിട്ട് തിരിഞ്ഞ് എത്രയോ വലിയ ചേരിപ്പോരുകളുണ്ടായി. മുഖ്യമന്ത്രി ആയിരുന്ന അച്യുതാനന്ദന് ജനങ്ങൾ തെരുവിലിറങ്ങിയല്ലേ സീറ്റ് കൊടുത്തത്. അപ്പം കോൺഗ്രസിന് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായില്ല. പക്ഷേ കോൺഗ്രസിനകത്ത് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കോൺഗ്രസിനകത്ത് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കോൺഗ്രസിൻ്റെ നേതൃത്വം ഒറ്റക്കെട്ടായി ഒരേ ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. കഴിഞ്ഞ അല്ല, ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞാൽ എൻ്റെ തൃപ്പൂണിത്തുറ സീറ്റിനെ കുറിച്ച് ഒരു തർക്കവും ഒരു കാലത്തും ഉണ്ടാകാറില്ലായിരുന്നു. കാരണം ആ സീറ്റ് ജയിക്കുന്ന ഒരു സീറ്റായിട്ട് ആരും കണക്കാക്കിയിട്ടില്ലായിരുന്നു. അങ്ങനെയാണെങ്കിലല്ലേ ഒരു അട്രാക്ഷൻ ഉണ്ടാകണ്ടേ. അപ്പോൾ തൃപ്പൂണിത്തുറ സീറ്റ് ഒരു റിസ്കി സീറ്റായതുകൊണ്ട് ആരും ആവശ്യപ്പെടാറില്ല. എന്നാൽ കഴിഞ്ഞ പ്രാവശ്യം പല പേരുകളൊക്കെ വന്നിരുന്നു. ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ ശ്രീ ഉമ്മൻചാണ്ടി എടുത്ത അതിശക്തമായ ഒരു നിലപാടാണ് എൻ്റെ സ്ഥാനാർത്ഥിത്വം ഉറപ്പാക്കുന്നതിന് സാധിച്ചത്. ശ്രീ ഉമ്മൻചാണ്ടി ആ കാര്യത്തിൽ വളരെ ശക്തമായൊരു നിലപാടെടുത്തിരുന്നു. ചില എതിർപ്പുകളുണ്ടായിരുന്നു. ഏതൊക്കെ കോണുകളിൽ നിന്ന് എന്തൊക്കെയെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. ഒരു മുൻകാലങ്ങളിൽ തൃപ്പൂണിത്തുറയ്ക്ക് ഇല്ലാത്തൊരു അട്രാക്ഷൻ കഴിഞ്ഞ പ്രാവശ്യം, അതിനൊരു കാരണം കൂടെ ഉണ്ട്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സിറ്റിംഗ് MLA അല്ലല്ലോ. അങ്ങനെ ഒരു സംഗതിയുണ്ട്. ഞാൻ മുൻ MLA അല്ലേ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സിറ്റിംഗ് MLA അല്ലായിരുന്നു. അപ്പോൾ ആർക്ക് വേണമെങ്കിലും അവകാശപ്പെടാമല്ലോ. ഇപ്പം അല്ല, മത്സരിക്കാനുള്ള പ്രധാന കാരണം വിജയസാധ്യതയുടെ കുറവല്ല. തൃപ്പൂണിത്തുറ നിയോജകമണ്ഡലത്തിൽ UDF വിജയിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഒരു തെരഞ്ഞെടുപ്പിൽ എനിക്കങ്ങനെ വിജയസാധ്യതയെക്കുറിച്ചൊരു സംശയം ഒരിക്കലും ഉണ്ടായിട്ടില്ല. കാരണം എനിക്ക് ആ നിയോജകമണ്ഡലത്തിലെ ജനങ്ങളിൽ അത്രയേറെ വിശ്വാസമാണ്. അവർക്ക് എന്നിലും നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ആ സീറ്റിൽ മത്സരിച്ച് ജയിക്കാൻ പറ്റുമെന്നുള്ളതിനെക്കുറിച്ച് ഒരു സംശയം ഉണ്ടായിരുന്നില്ല, ഒരിക്കലും ഉണ്ടായിട്ടില്ല. പക്ഷെ ഈ പ്രാവശ്യം എനിക്ക് വ്യക്തിപരമായ ചില പ്രശ്നങ്ങളുണ്ട്. പ്രധാനമായിട്ട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഇപ്പോൾ അങ്ങനെ ധാരാളം പുതുമുഖങ്ങളും വരുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ പിന്നെ കടിച്ചു തൂങ്ങണ്ടെന്നുള്ളൊരു ചിന്ത ഉണ്ടായി. അല്ല, ഞാൻ പറഞ്ഞതേ, ഞാനങ്ങനെ ഏതെങ്കിലും ഒരാൾ ഇന്ന ആളെന്നോ കറുത്ത ആളാണോ വെളുത്ത ആളാണോ നരച്ച ആളാണോ യുവാവാണോ എന്നൊന്നും ഞാനിപ്പോൾ പറയാൻ തയ്യാറല്ല. അതൊക്കെ പാർട്ടി നേതൃത്വം തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. എന്നോട് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായം ഞാൻ പറയും. അവിടുത്തെ ആരെങ്കിലും ചിലരെല്ലാം എൻ്റെ അഭിപ്രായം തേടിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ആരുടെയും പേര് പറഞ്ഞിട്ടില്ല. ഞാൻ ആരുടെയും പേര് പറയുന്നത് ഉചിതമല്ല എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അത് പാർട്ടി നേതൃത്വം പല തലങ്ങളിൽ ആലോചിച്ച് എടുക്കേണ്ട ഒരു തീരുമാനമാണ്. അപ്പോൾ എന്നേക്കാൾ ആ കാര്യത്തിൽ സമർത്ഥമായ തീരുമാനം എടുക്കാൻ നേതൃത്വത്തിന് സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്.
ശബരിമല വിഷയം ഇത്തവണയും തൃപ്പൂണിത്തുറ ഇമ്പാക്ട് മാറുന്നു, ഒരു വലിയ സ്വാധീനം ചെലുത്തുന്നു. ശബരിമല വിഷയം കഴിഞ്ഞ തവണ വളരെയധികം ഇത്തവണയും അത് ശബരിമല വിഷയം അല്ല, ശബരിമല വിഷയം തൃപ്പൂണിത്തുറ മാത്രമല്ല, കേരളത്തിൽ മൊത്തമായി അത് ഹിന്ദുക്കളായ ഹൈന്ദവ വിശ്വാസികൾക്ക് മാത്രമല്ല, കേരളത്തിലെ എല്ലാ വിശ്വാസികൾക്കും ആ കാര്യത്തിൽ ഗവൺമെൻറ് നിലപാടിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇപ്പം ഇന്ന് ശബരിമല എന്നാണെങ്കിൽ നാളെ മലയാറ്റൂരിന്നാകാൻ പാടില്ലേ? അപ്പോൾ ശബരിമല മാത്രമല്ല, ഇത് വിശ്വാസി സമൂഹത്തെ ആകെ ബാധിക്കുന്ന ഒരു കർശനം. ഒന്ന് വിശ്വാസത്തിൻ്റെ കാര്യത്തിലായാലും ആ ശബരിമലയിലെ മുതൽ സ്വർണം ഉൾപ്പെടെയുള്ള മുതലുകൾ സംരക്ഷിക്കുന്ന കാര്യത്തിലായാലും ഗവൺമെൻറ് പൂർണ്ണമായും പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഗവൺമെൻറ് പറഞ്ഞത് എന്താ, സമയം ആയിട്ടില്ല എന്നാണ് പറയുന്നത്. ശബരിമലയിലെ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് നിങ്ങളത് റിപ്പോർട്ട് ചെയ്തതല്ലേ? ഇനി സമയമുണ്ടെന്നാണ് പറയുന്നത്. ഗവൺമെൻറ് ആ കാര്യത്തിൽ നിലപാടുണ്ടെങ്കിൽ ഇനി എന്തെങ്കിലും സമയം ആലോചിക്കണേ? ഗവൺമെൻറ് വിശ്വാസികളോടൊപ്പമാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ആലോചിക്കണേ? UDF ഗവൺമെൻറ് കൊടുത്ത അഫിഡവിറ്റ് VS കൊടുത്ത അഫിഡവിറ്റ് പിൻവലിച്ചാണ് യുവതി പ്രവേശനത്തിന് അനുകൂലമല്ലാത്തൊരു നിലപാട് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് സ്വീകരിച്ചത്. 2014 എൻ്റെ ഓർമ്മ. അത് കഴിഞ്ഞ് അത് തിരുത്തിയല്ലേ ഇവർ കൊടുത്തത്. ഇവർക്ക് ഇപ്പം അത് തിരുത്താൻ എന്താ തടസ്സം? ശബരിമല സംഗമം നടത്തി, വിശ്വാസി സംഗമം നടത്തി. അപ്പോൾ ശബരിമലയിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി LDF ഗവൺമെൻറ്റിന് യോജിപ്പാണെന്നുണ്ടെങ്കിൽ ഒരു നിമിഷം പോലും ആലോചിക്കാതെ കൊടുക്കാൻ പറ്റില്ല. അത് മാത്രമല്ല, ആ കേസ് കോടതിയിൽ വന്നിട്ട് എത്ര കാലമായി? അപ്പോൾ കോടതിയിൽ നേരത്തെ തന്നെ ആലോചിക്കാൻ സമയമില്ലേ? ഇപ്പോൾ കോടതിയിൽ അത് വന്ന ദിവസം മാത്രമാണോ ആലോചിക്കാൻ സമയം? എത്രയോ കാലമായി. ഗവൺമെൻറ് വേണമെങ്കിൽ എത്രയോ ഈ കാലത്തിനിടയിൽ ആലോചിക്കാം. അപ്പം ഗവൺമെൻറ് ഇതിനകത്തൊരു ഒളിച്ചുകളിയാണ്. ഗവൺമെൻറ് വിശ്വാസ സമൂഹത്തോടൊപ്പമല്ല. അതാണല്ലോ തെളിയിക്കുന്നത്. തൃപ്പൂണിത്തുറയിൽ LDF-ഉം UDF-ഉം തമ്മിലായിരിക്കും മത്സരം. തൃപ്പൂണിത്തുറയിൽ അടുത്ത കാലത്തായിട്ട് CPM കുറച്ച്, BJP കുറച്ച് ശക്തിപ്പെട്ടിട്ടുണ്ട്. ചില ധ്രുവീകരണങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ആദ്യം മത്സരിക്കുമ്പോഴൊക്കെ 6000 വോട്ടാണ് LDF-ന് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ BJPക്ക് പിന്നീട് അത് കുറേശ്ശെ കൂടി 10,000 ആയിട്ടുണ്ട്. പക്ഷേ സമീപകാലത്താണ് BJPക്ക് അനുകൂലമായിട്ടൊരു ധ്രുവീകരണം കേരളത്തിലും പൊതുവെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും അവിടെ BJPക്ക് രണ്ടാം സ്ഥാനത്തെത്താനുള്ള സാഹചര്യമൊന്നും ഞാൻ കാണുന്നില്ല. BJPക്കും CPM-നും ലൂസേഴ്സ് ഫൈനലിൽ മത്സരിക്കാൻ പറ്റും. 12 മനസ്സിലായില്ലേ? അവർക്ക് അതിനപ്പുറം സ്കോപ്പ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതാ ഇപ്പൊ ചോദ്യത്തിന് വല്ല പ്രസക്തി ഉണ്ടോ? അപ്രസക്തമായില്ലല്ലോ അത്. അല്ല, ഞാൻ പറഞ്ഞത് ആ ചോദ്യത്തിന് ഇപ്പൊ ഒരു പ്രസക്തി ഇല്ലല്ലോ. ഇപ്പൊ ചോദ്യത്തിന് എന്താ പ്രസക്തി? ഇപ്പൊ VS ഗ്രൂപ്പ് അപ്രസക്തമായിരുന്നു ഇപ്പൊ പറയാൻ പറ്റുമോ? അതിന് ഓരോ കാലത്തും ഓരോന്നിനും പ്രസക്തിയുണ്ട്. ഇപ്പൊ അതിന് വലിയ അത്തരം ചർച്ചകൾക്ക് വലിയ പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. BJP മത്സരിക്കുന്ന സാഹചര്യത്തിൽ പിന്നെ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ വ്യക്തിപരമായ ഇതിലല്ലല്ലോ ജയിച്ചുകൊണ്ടിരുന്നത്. UDF-ന്റെ പിന്തുണ കൊണ്ടല്ലേ ജയിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം അതിനേക്കാൾ കുറച്ചുകൂടി അനുകൂലമായ സാഹചര്യമുള്ളൂ. ഞാൻ മുൻകാലങ്ങളിൽ മത്സരിക്കുമ്പോൾ ഉള്ളതിനേക്കാൾ അനുകൂല സാഹചര്യങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പം മാധ്യമത്തിലാണോ? അങ്ങനെയാണ് ശരിക്കും മനസ്സിലാവും. ആ അല്ല, ഞാൻ എക്സൈസ് വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ UDF-ന്റെ നയം മദ്യത്തിൻ്റെ ലഭ്യത കുറച്ചു കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. അതിൻ്റെ പേരിലാണ് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായെങ്കിലും ബാർ ഹോട്ടലുകളെല്ലാം അടച്ചു പൂട്ടിയതും. ഇപ്പോൾ ഏറ്റവും പ്രസക്തമായിട്ട് ടൈമിൻ്റെ കാര്യമുള്ളൂ. ഞങ്ങൾ വന്നപ്പോൾ ടൈം വെട്ടിക്കുറയ്ക്കുന്നത് 12 മണി എന്നുള്ളത് 10 മണിയാക്കി ഞാൻ മന്ത്രിയായിരിക്കുമ്പോഴാണ് കുറച്ചത്. രാവിലെ മുതൽ ബാർ തുറക്കുമായിരുന്നു കേരളത്തിൽ. അത് 11 മണി മുതലാക്കിയത് ഞങ്ങളുള്ളപ്പോഴാണ്.
അതുപോലെ ബിവറേജ് ഔട്ട്ലെറ്റുകൾ ഏറ്റവും കുറച്ചതും ഞങ്ങളുടെ സമയത്താണ്. ഞങ്ങൾ ബിവറേജ് ഔട്ട്ലെറ്റുകൾ കൂടുതൽ സ്ഥാപിച്ച് സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരം കാണാനല്ല ശ്രമിച്ചത്, ലഭ്യത കുറയ്ക്കാൻ വേണ്ടി. അതുകൊണ്ട് ഞങ്ങൾ എല്ലാ വർഷവും 10% വെച്ച് കുറയ്ക്കുകയില്ലേ. ഇപ്പോൾ കേരളത്തിൽ എവിടെ വേണമെങ്കിലും ബിവറേജ് ഔട്ട്ലെറ്റ് ഉണ്ട്. ജനങ്ങളെ മദ്യത്തിൽ മുക്കിക്കൊല്ലുക എന്നുള്ള ഒരു നയമാണ് ഗവൺമെൻറ്റുള്ളത്. അത് മാത്രമല്ല, ടൂറിസത്തിൻ്റെ പേരിൽ ആണ് ഈ സമയം വർദ്ധിപ്പിച്ചത് എന്ന് പറയുന്നതിന് വലിയ അർത്ഥമൊന്നുമില്ല. ടൂറിസ്റ്റ് മേഖലകളിൽ വർദ്ധിപ്പിച്ചത് ആദ്യം ടൂറിസത്തിൻ്റെ പേര്. ഇപ്പോൾ പറഞ്ഞ ഏകീകരണമാണ് ഉണ്ടായിരുന്നത്. എനിക്കത് മനസ്സിലാവാത്ത കാര്യം. അന്ന് വർദ്ധിപ്പിച്ചിട്ട് അന്ന് അതിന് തുടക്കം കുറിച്ചു. ഇപ്പോൾ പറഞ്ഞ് ഏകീകരിക്കുകയാണെന്ന് പറഞ്ഞത്. എവിടെന്നാ ഏകീകരിച്ചതെന്ന് അറിയാമോ? 10 മണിയിൽ നിന്നാണ് ഈ ഏകീകരണം 12 മണി വരെ പോയത്, പിന്നെ 3 മണി വരെ. ഈ ഗവൺമെൻറ് നയം ഒരു സംശയമില്ല, മദ്യം എല്ലായിടത്തും ലഭ്യമാക്കുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത്, 2016 ബാറുകളെല്ലാം തുറക്കാൻ തീരുമാനിച്ചപ്പോൾ ഗവൺമെൻറ് പറഞ്ഞൊരു ന്യായമുണ്ട്. എന്താണെന്നറിയാമോ? കേരളത്തിൽ മദ്യം ലഭ്യത കുറഞ്ഞതുകൊണ്ട് മയക്കുമരുന്നിൻ്റെ വ്യാപനം വർദ്ധിച്ചു. ഇപ്പോൾ 1000 ബാറുകൾ കേരളത്തിലുണ്ട്. അന്ന് 30 ബാറേ ഉണ്ടായിരുന്നുള്ളൂ. ബിവറേജിൻ്റെ ഔട്ട്ലെറ്റ് ഇപ്പോൾ നമ്പർ പറയാൻ പറ്റില്ല എത്രയോ ഉണ്ടെന്നുള്ളത്. പക്ഷേ എന്നിട്ട് ഇപ്പം എന്താ സ്ഥിതി? മയക്കുമരുന്നിൻ്റെ കേരളത്തിൽ മയക്കുമരുന്നിൻ്റെ വ്യാപനം വളരെ വർദ്ധിച്ചു. കൊച്ചി അതിൻ്റെ ഹബ്ബായി, കേരളവും. ഗവൺമെൻറ് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. നമ്മുടെ UP സ്കൂളിലെ കുട്ടികൾക്ക് പോലും മയക്കുമരുന്ന്, രാസലഹരി ലഭ്യമാണെന്ന്. അതാണ് സ്ഥിതി. ഗവൺമെൻറ് പൂർണ്ണമായും ആ കാര്യത്തിൽ പരാജയപ്പെട്ടിരിക്കുകയാണ്. ഗവൺമെൻറ് നയം ഒരു സംശയവുമില്ല, മദ്യം ഒഴുക്കുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പം ഈ മലബാർ ഡിസ്റ്റിലറിയൊക്കെ അന്നും ഞങ്ങൾക്ക് വേണമെങ്കിൽ തുടങ്ങാനുള്ള നിർദ്ദേശങ്ങളൊക്കെ വന്നിരുന്നു. ഞങ്ങൾ തുടങ്ങാതിരുന്നതാണ്. ഞങ്ങൾ മദ്യത്തിൻ്റെ ലഭ്യത കുറയ്ക്കുന്ന ഒരു നയമാണ് സ്വീകരിച്ചിരുന്നത് എപ്പോഴും. ഇപ്പം എല്ലാവരും പറയുന്നുണ്ടല്ലോ. ഇപ്പം ഈ മദ്യവർജന സമിതിക്കാരും അങ്ങനെയൊക്കെയുള്ള ആളുകൾ വളരെ ശക്തരാണ് എന്നെനിക്ക് തോന്നുന്നില്ലെങ്കിലും അവർ പറയുന്നത് എന്താണെന്നറിയാമോ? അന്നത്തെ എത്രയോ നല്ല കാലമായിരുന്നു. എന്നെ പലയിടത്തുനിന്നും വിളിക്കാറുണ്ട്. ഇപ്പോൾ അന്ന് ഏതെല്ലാം കോണുകളിൽ നിന്നുള്ള എതിർപ്പുണ്ടായി. ഗവൺമെൻറ് അങ്ങനെ യഥാർത്ഥം പറഞ്ഞാൽ മന്ത്രി രാജേഷ് ശ്രീ VD സതീശൻ പ്രതിപക്ഷ നേതാവ് അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. UDF അത് അറിയാമെന്ന്. എനിക്കത് മനസ്സിലാകുന്നില്ല. UDF എന്താ അറിയാമെന്നുള്ളത്. UDF LDF കൂടി ആലോചിച്ചാണോ സമയം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചത്? എനിക്കത് മനസ്സിലാകുന്നില്ല. അങ്ങനെയാണെങ്കിൽ മന്ത്രി പറയണം എങ്ങനെ അറിയാമെന്നുള്ളത്. മന്ത്രി പറഞ്ഞിട്ടില്ല, UDF ആയിട്ട് ചർച്ച നടത്തിയിട്ടില്ല. LDF യോഗത്തിൽ ചർച്ച ചെയ്തിട്ടില്ല. മന്ത്രിസഭാ യോഗത്തിൽ ചർച്ചയില്ല. വേണമെങ്കിൽ വകുപ്പ് മുഖ്യമന്ത്രിയുടെ അനുഭവത്തോട് ഓർഡറൊക്കെ ഇറക്കാം. എനിക്ക് അതിനൊന്നും സംശയമൊന്നുമില്ല. പക്ഷേ UDF അത് അറിയാമെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അതിൻ്റെ അർത്ഥം എന്താ? എന്തോ പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ആണത്തം ഉണ്ടെങ്കിൽ മന്ത്രി അത് വ്യക്തമാക്കണം. മന്ത്രി ഇങ്ങനെ മറഞ്ഞു നിന്ന് പറയേണ്ട കാര്യമില്ല. മന്ത്രി പറയട്ടെ, ഇന്ന കാരണം കൊണ്ടാണ് ആണത്തം തെളിയിക്കേണ്ടത്. ശ്രീ VD സതീശൻ പറഞ്ഞല്ലോ, മറുപടി പറഞ്ഞല്ലോ. ശ്രീ KPC പ്രസിഡന്റും പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞതിൽ നിന്ന് യാതൊരു അർത്ഥമില്ല. എനിക്കിപ്പോൾ ഒരു നിവേദനം തന്നാൽ അതിൻ്റെ അർത്ഥം ഞാൻ അതിനെ അനുകൂലിച്ചു എന്നാണോ? എനിക്കിപ്പോൾ ഒരു നിവേദനം തന്നു, ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ആരെങ്കിലും എനിക്കൊരു നിവേദനം തന്നു, അതിൻ്റെ അർത്ഥം ഞാൻ അതിനെ അനുകൂലിച്ചു എന്നാണോ? എന്തെല്ലാം നിവേദനങ്ങൾ ഓരോ ദിവസവും MLA മാർക്കും മന്ത്രിമാർക്കും പ്രതിപക്ഷ നേതാക്കന്മാർക്കും കിട്ടുന്നു. എല്ലാവർക്കും നിവേദനം കിട്ടുമല്ലോ. ഇപ്പം നിവേദനം എടുക്കൽ മാത്രമല്ല, നിവേദനം തന്നിട്ടൊരു ഫോട്ടോ കൂടി എടുക്കും. പഴയ മാതിരിയല്ല. എല്ലാ സംഘടനക്കാരും വന്ന് നിവേദനം തരും, ഒരു ഫോട്ടോ കൂടി എടുക്കും. നിവേദനം എല്ലാവരും കൊടുക്കും. പക്ഷെ നിവേദനത്തോട് എന്ത് നിലപാട് സ്വീകരിച്ചതാണ്? മന്ത്രി പറയട്ടെ, പ്രതിപക്ഷ നേതാവോ പ്രതിപക്ഷത്ത് ആരെങ്കിലും മന്ത്രിയോട് വിളിച്ച് ഈ കാര്യം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയട്ടെ. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് വേറെ പത്രസമ്മേളനം വിളിച്ചു കൂട്ടി ഞാൻ കൈകൂപ്പി മാപ്പ് പറയാം. ഒരു കാരണവശാലും അത് ശരിയല്ല. അല്ല, ഇനിയിപ്പോൾ അത് വിലയിരുത്തുന്നതിൽ അർത്ഥമില്ലല്ലോ. കാരണം അതിനുശേഷം 2 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഒരുപാട് വെള്ളം ഒഴുകിപ്പോയി പെരിയാറിൽ കൂടെ.
ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ മറുപടി പറയേണ്ട കാര്യമില്ല. അതിനൊരു പ്രസക്തിയില്ല, അതുകൊണ്ടാണ്. അപ്പോൾ പ്രസക്തമായ കാര്യത്തിലൊക്കെ ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വല്ല തമാശയൊക്കെ പറഞ്ഞിരിക്കും. എന്താണ് ആരായിരിക്കും ഞാനിങ്ങനെ പറയും. തൃപ്പൂണിത്തുറയിലാണ് പിഷാരിയുടെ പേര് മാധ്യമങ്ങളിലൂടെ ഞാൻ കണ്ടു. പാർട്ടി തീരുമാനമൊന്നും വന്നതായിട്ട് എനിക്ക് അറിഞ്ഞൂടാ. പാർട്ടി നേതൃത്വം സംസാരിച്ചതായിട്ടൊന്നും എനിക്ക് തോന്നുന്നു. പിഷാരടി കോൺഗ്രസുമായിട്ട് നല്ല ബന്ധമുള്ളൊരു ആളാണ്, അതെനിക്കറിയാം. കലാകാരന്മാരിൽ കോൺഗ്രസിന്റെ പ്ലാറ്റ്ഫോമുകളിൽ ധൈര്യപൂർവ്വം വരുന്ന ഒരാളാണ് പിഷാരടി. നിങ്ങൾ മാധ്യമങ്ങളിൽ കൂടെ ചർച്ച ചെയ്ത് ഞാൻ കണ്ടു. പാർട്ടിയിൽ ചർച്ച ചെയ്ത് ഇത് ഷിയാസിന് പറയാണ്ട് ചില കാര്യങ്ങൾ. ഞാൻ ഇപ്പോഴും ഞാൻ AICC മെമ്പറാണ്. ഞാൻ അതിൻ്റെ ഒരു കാര്യം പറയാം. ഞാൻ KSU കഴിഞ്ഞ് യൂത്ത് കോൺഗ്രസ് കഴിഞ്ഞ് കോൺഗ്രസ് വന്നപ്പോൾ DC സെക്രട്ടറി ആയിരുന്നു. 10 കൊല്ലം DC സെക്രട്ടറി ആയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് MLA ആയത്. അതിനുശേഷം ഞാൻ സംഘടനാ പ്രവർത്തനങ്ങളിലെല്ലാം നിരന്തരം ബന്ധപ്പെടാറുണ്ടെങ്കിലും ഒരു ഭാരവാഹിത്വം ഞാൻ ആഗ്രഹിച്ചിട്ടില്ല, ഞാൻ ചോദിച്ചിട്ടില്ല. എൻ്റെ പ്രയോറിറ്റി തൃപ്പൂണിത്തുറ നിയോജകമണ്ഡലമായിരുന്നു. സത്യം പറയാം, തൃപ്പൂണിത്തുറ നിയോജകമണ്ഡലം നിലനിർത്തുക എന്നുള്ള വെല്ലുവിളിയാണ് എനിക്ക് എന്നും ഉണ്ടായിരുന്നത്. ഞാനല്ല പാർട്ടിക്കകത്തൊരു ഭാരവാഹിത്വത്തിന് വേണ്ടി ഒരിക്കലും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, ആഗ്രഹിച്ചിട്ടുമില്ല, ഒരിക്കലും ആഗ്രഹിച്ചില്ല. ഇപ്പം ഞാൻ നിയമസഭാ കക്ഷി ഉപനേതാവാണ്. തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ ഞാൻ ഉപനേതാവായിരിക്കും. പാർട്ടിയിൽ സ്ഥാനം എല്ലാവരും ഭാരവാഹിയാവണമെന്നൊന്നും നിർബന്ധമില്ല പാർട്ടിയിൽ പ്രവർത്തിക്കാൻ. ഭാരവാഹിത്വം വേണമെന്ന് എല്ലാവരും ആഗ്രഹിക്കും. എനിക്ക് ഒരു ഭാരവാഹിത്വം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളല്ല. ഞാൻ ഇതുവരെ അതിനുവേണ്ടി ശ്രമിച്ചിട്ടില്ല. ഏതായാലും ഞാൻ സംഘടനാ പ്രവർത്തനത്തിൽ സജീവമായിട്ടുണ്ടാവും. ഇപ്പോഴും ഞാൻ ഭാരവാഹി അല്ലെങ്കിലും എനിക്ക് സാധ്യമായ വിധത്തിലൊക്കെ പാർട്ടിയുടെ പരിപാടികളിലൊക്കെ പങ്കെടുക്കാറുണ്ട്. ഏതായാലും സന്യസിക്കാൻ പോകുന്നില്ല. ബാബു ഞാനോ? ഏതാ പത്രം? മാധവ്. ഞാൻ ആരുടെയും പേര് നിർദ്ദേശിച്ചില്ല എന്നുള്ള നേരത്തെ ഞാൻ പറഞ്ഞത്. ഞാൻ ആരുടെയും പേര് നിർദ്ദേശിച്ചില്ല. എല്ലാവരും പേരുകൾ തന്നെ എല്ലാവരും യോഗ്യന്മാരാണ്. അതിൽ ഞാൻ ഒരു തർക്കത്തിനുമില്ല. പക്ഷെ എല്ലാവരും യോഗ്യരാണ്. തൃപ്പൂണിത്തുറ മത്സരിക്കാൻ ആർക്കായി യോഗ്യത കുറവ്? കേരളത്തിലെ വോട്ടറുള്ള എല്ലാവർക്കും മത്സരിക്കാൻ യോഗ്യതയുണ്ട്. 25 വയസ്സ് പൂർത്തിയായ എല്ലാവർക്കും. ഷിയാസോ മത്സരിക്കുന്നോ? ഈ തുടർച്ചയായി മത്സരിക്കുന്ന കാര്യത്തില് താങ്കൾ ഇപ്പോൾ എടുത്തിരിക്കുന്ന സമീപനം മറ്റ് നേതാക്കൾ പിന്തുടരണം എന്നൊരു അഭിപ്രായമുണ്ടോ? ഷിയാസിനോടാണ് ഞാൻ എന്താ പറഞ്ഞത്? ഇല്ല, അതിനകത്ത് ഞാൻ എൻ്റെ വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാണ്. ഇപ്പൊ കോൺഗ്രസിനകത്തുള്ള നേതാക്കന്മാർക്കൊന്നും മത്സരിക്കാൻ അയോഗ്യത ഉള്ളവരോ അതല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരോ ആരുമില്ല. എല്ലാവരും അവരവരുടെ നിയോജകമണ്ഡലത്തിൽ ആരാ അല്ല മുകേഷ് എന്റെ സ്ഥിതി എന്താ? അല്ല ഞാൻ പറഞ്ഞത് ഞാൻ ചോദിക്കണത് ഈ മുകേഷിന്റെ ഈ ആരോപണമുള്ള സമയത്തല്ലേ പാർലമെന്റ് സ്ഥാനാർത്ഥിയായത് അല്ലേ? അല്ല ഞാൻ പറഞ്ഞത് അങ്ങനെയല്ലേ. ഇതിനകത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നിന്ന് വന്ന വാർത്ത പാലക്കാട് സ്ഥാനാർത്ഥി MLA സിറ്റിംഗ് MLA മത്സരിക്കില്ലെന്നല്ലേ? ഞാൻ പെരുമ്പാവൂർ വഴി പോയിട്ട് കുറെ കാലമായി. അല്ല ഞാൻ പറഞ്ഞേ ഞാൻ ആ വഴിക്ക് ഇപ്പൊ കുറച്ച് നാളായിട്ട് പോവാറില്ല. ഇല്ല അങ്ങനെയൊന്നും. ഇതിനകത്തിപ്പോ പല ഘടകങ്ങൾ പരിശോധിച്ചിട്ടല്ലേ പാർട്ടി തീരുമാനിക്കുന്നത്. പാർട്ടി ഉചിതമായ തീരുമാനം എടുക്കുന്നത് തന്നെയാണ് എന്റെ വിശ്വാസം. ഇതിൽ കൂടുതൽ ഞാനൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നുമില്ല. ഷിയാസിന് പറയാനുണ്ട്.
പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന പുതുയുഗ യാത്ര നാളെയും മറ്റന്നാളുമാണ്. വെള്ളിയും ശനിയും ദിവസങ്ങളിലാണ്, ഫെബ്രുവരി 20-21 തീയതികളിലാണ് എറണാകുളം ജില്ലയിൽ പര്യടനം നടത്തുക. ജാഥ ഇന്ന് വൈകുന്നേരം 8:30 മണിക്ക് ജില്ലാതിർത്തിയായ കറുകുറ്റിയിൽ സ്വീകരണം നൽകും. ജാഥ ക്യാപ്റ്റൻ. നാളെ രാവിലെ ആദ്യ പരിപാടി 10 മണിക്ക് ആലുവയിലാണ് ആദ്യത്തെ സ്വീകരണം. 11 മണിക്ക് അങ്കമാലിയിൽ രണ്ടാമത്തെ സ്വീകരണമാണ്. ഉച്ചകഴിഞ്ഞ് 3 മണിക്കാണ് കളമശ്ശേരിയിലെ സ്വീകരണം. 4 മണിക്ക് പറവൂരും 5 മണിക്ക് വൈപ്പിനും 7 മണിക്ക് എറണാകുളത്ത് മറൈൻ ഡ്രൈവിൽ. നാളത്തെ ദിവസത്തെ സമാപന പരിപാടി എറണാകുളത്താണ്. എറണാകുളത്ത് ശ്രീ രമേശ് ചെന്നിത്തല സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ശനിയാഴ്ച ദിവസം രാവിലെ പുതുയുഗ യാത്രയിൽ സമൂഹത്തിലെ കഷ്ടതകൾ അനുഭവിക്കുന്ന പരാതികൾ പരിവേദനങ്ങളുമായി ഒക്കെ നിരന്തരമായി സർക്കാരിൻ്റെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വിവിധ സാമൂഹിക പ്രശ്നങ്ങൾ ഒക്കെയുള്ള സ്ഥലങ്ങളിലുള്ള ആളുകൾ, വിവിധ സമരസമിതികൾ, അതുപോലെ സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ദീർഘകാലമായി പരാതികൾ ഉന്നയിച്ച് നിൽക്കുന്ന നിരവധി ആളുകൾ, സമൂഹത്തിലെ വിവിധ മേഖലകളിലുള്ള ആളുകളെ പ്രതിപക്ഷ നേതാവ് നേരിട്ട് കാണും. രാവിലെ 8 മണിക്ക് ശനിയാഴ്ച എറണാകുളം BTH ഹോട്ടലിലാണ് ആ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. രാവിലെ 8 മണി മുതൽ 10 മണി വരെയാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിനുശേഷം 10:30 മണിക്ക് മുളന്തുരുത്തിയിലാണ് ആദ്യത്തെ സ്വീകരണം. രണ്ടാമത് തൃപ്പൂണിത്തുറയിലാണ് 11:30 മണിക്ക്. ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് കുന്നത്തുനാട് പട്ടിമറ്റത്ത് സ്വീകരണമാണ്. ശേഷം പെരുമ്പാവൂരും കോതമംഗലത്തും രണ്ടാമത്തെ ദിവസമായ സ്വീകരണത്തിൻ്റെ അവസാന പരിപാടി മൂവാറ്റുപുഴയിലാണ്. മൂവാറ്റുപുഴയിൽ 7 മണിക്ക് സമാപനമാണ്. അങ്ങനെ 12 സ്വീകരണ പോയിന്റുകളാണ് ഒരുക്കിയിരിക്കുന്നത്. എറണാകുളത്തെ സ്വീകരണ പരിപാടിയിൽ തൃക്കാക്കരയും കൊച്ചിയും എറണാകുളം ഉൾപ്പെടെയുള്ള നിയോജക മണ്ഡലങ്ങളുടെ സ്വീകരണമാണ് ആദ്യ ദിനത്തിലെ ഏറ്റവും അവസാനത്തെ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ജില്ലയിലെ ഏകദേശം 1,00,000-ലധികം വരുന്ന കോൺഗ്രസ് പ്രവർത്തകർ ഈ 12 സ്വീകരണ സമ്മേളനങ്ങളിലായി പങ്കെടുക്കുകയും ചെയ്യും. ജനപ്രതിനിധികളായിട്ടുള്ള ആളുകൾ, അതുപോലെ സമൂഹത്തിലെ വിവിധ തുറകളിലുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾ, അങ്ങനെ നിരവധി ആളുകൾ ഈ സ്വീകരണ സമ്മേളനങ്ങളിലൊക്കെ പങ്കെടുക്കുകയും ചെയ്യും. നമ്മുടെ ജില്ലയിൽ കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയ്ക്ക് വിവിധ വികസന പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ചും റവന്യൂ വരുമാനത്തിൻ്റെ ഭൂരിഭാഗവും നൽകുന്ന ഒരു ജില്ല എന്നുള്ള രീതിയിൽ ഈ ജില്ലയിൽ നടക്കേണ്ട വികസന പ്രവർത്തനങ്ങൾ ഒക്കെ മെല്ലെപ്പോക്ക് നമുക്ക് നേരിട്ട് കാണാൻ കഴിയാവുന്ന ഒന്നാണ്. കൊച്ചി മെട്രോ, അതുപോലെ വാട്ടർ മെട്രോയും മുഖ്യമന്ത്രിയുടെ എല്ലാ പ്രസംഗങ്ങളിലും എടുത്തു കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വികസന പദ്ധതികളിൽ ഒന്നാണ്. ലോകത്തിന് മാതൃക എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഈ പദ്ധതികളെല്ലാം നടപ്പിലാക്കിയത് UDFന്റെ കാലഘട്ടത്തിലുള്ള സർക്കാരുകളാണ്. അതിന്റെ തുടക്കം കുറിച്ചതും അതിന്റെ ഭൂരിഭാഗം നിർമ്മാണ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കിയത്. അപ്പോൾ സ്വാഭാവികമായും അത്തരത്തിലുള്ള പദ്ധതികൾക്ക് കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ എറണാകുളത്ത് നിരവധി പദ്ധതികൾ വരേണ്ട ഒന്നായിരുന്നു. വന്ന പദ്ധതികൾ തന്നെ വലിയ പ്രതിസന്ധിയിലാണ്. പാലാരിവട്ടം മേൽപ്പാലത്തിൻ്റെ പേരിൽ സമരം ചെയ്ത് ആ വലിയ പ്രശ്നമാക്കി കേരളം മുഴുവൻ ഉയർത്തിയവർ ഇന്ന് വൈറ്റില മേൽപ്പാലം അശാസ്ത്രീയമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ തന്നെ നിരവധി വട്ടം അദ്ദേഹം പറഞ്ഞത് പൊളിച്ചു കളയണമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. വീണ്ടും ഏകദേശം 2 കോടി രൂപയിൽ താഴെ കൊടുത്ത് അവിടുത്തെ ഗതാഗത പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമമാണ് സർക്കാർ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വൈറ്റിലയിലും കുണ്ടന്നൂരും ഉണ്ടായ പാലങ്ങൾ, ആ പാലങ്ങൾ ശാസ്ത്രീയമല്ലാത്ത രീതിയിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നതെന്ന് പോലും സർക്കാരിന് സമ്മതിക്കേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ സർക്കാരിൻ്റെ നികുതി പണം ദീർഘവീക്ഷണമില്ലാതെ
പഠനങ്ങളില്ലാതെ നടപ്പിലാക്കിയ 10 വർഷക്കാലത്തെ പ്രവർത്തനങ്ങളാണ് കടന്നുപോയത്. ഇതെല്ലാം ഈ ജാഥയിൽ തുറന്നു കാണിക്കപ്പെടുന്ന ഒന്നാണ്. കോതമംഗലം മുതൽ അങ്കമാലി വരെയുള്ള വനമേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മേഖലകളിൽ ഓരോ ദിവസവും ഉണ്ടാകുന്ന വന്യജീവി ശല്യം, കൃഷിനാശം, ജനങ്ങളുടെ ജീവനുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ എല്ലാ ദിവസവും വാർത്തയായി വരുന്ന ഒന്നാണ്. യാതൊരു തരത്തിലുള്ള നടപടികളും ഈ 10 വർഷക്കാലത്തിനിടയിൽ ഉണ്ടായിട്ടില്ല. മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് പണം പോലും മുഴുവനായി കൊടുത്തു തീർക്കാൻ പോലും സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. കടലോര മേഖലയുമായി ബന്ധപ്പെട്ട് ഇന്ന് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ചെല്ലാനം പഞ്ചായത്തിൽ ഉൾപ്പെടെ തീരദേശ ഹൈവേയുമായി ബന്ധപ്പെട്ട് നോട്ടീസ് നൽകാൻ, ലാൻഡ് അക്വസിഷൻ നടപടികളുടെ തുടക്കമെന്നുള്ള രീതിയിൽ നോട്ടീസ് നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത്. അശാസ്ത്രീയമായിട്ടുള്ള നടപടികളാണ് ഈ തീരദേശ ഹൈവേയുമായി ബന്ധപ്പെട്ട് സർക്കാർ സ്വീകരിക്കുന്നത്. ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാതെ, നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ എന്താണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാതെ, ആശങ്കകൾ നിറഞ്ഞ രീതിയിൽ ജനങ്ങളുടെ മുന്നിൽ ഈ പദ്ധതികളുമായി മുന്നോട്ട് പോകുന്നത് ഒട്ടും ഗുണകരമായിട്ടുള്ള ഒന്നല്ല. അപ്പോൾ തീരദേശ ഹൈവേയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ ജനങ്ങളുടെ അഭിപ്രായം പരിഗണിക്കാതെ ചെല്ലാനം പോലുള്ള പ്രദേശത്ത്, ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്ത്, കടലുകയറ്റം കൊണ്ട് ദുരിതം അനുഭവിക്കുന്ന പ്രദേശത്തെ ജനങ്ങൾക്ക് വീണ്ടും ഒരു ഇടുത്തി പോലെ ഈ പദ്ധതി പ്രഖ്യാപിച്ച് കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാൻ ഉള്ള നടപടികൾ സ്വീകരിക്കുന്നത് ഒട്ടും ശരിയായ നടപടിയല്ല. അതിനെതിരായി പാർട്ടി ശക്തമായ നിലപാടുകൾ നേരത്തെ സ്വീകരിച്ചിട്ടുണ്ട്. തീരദേശ ഹൈവേയുമായി ബന്ധപ്പെട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ അത്തരത്തിലുള്ള സമരങ്ങളുമായി, ഈ ഭൂമി ഏറ്റെടുക്കൽ നടപടികളുമായി പോകുന്ന സർക്കാരിന്റെ നടപടിക്കെതിരായിട്ടുള്ള ശക്തമായ സമരങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. കേരളയുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകൾ ഇപ്പോഴും തുടരുകയാണ്. മഞ്ഞക്കുറ്റിയിട്ട ഭൂമികളിൽ എന്താണ് സർക്കാർ ആ പദ്ധതിയുടെ നോട്ടിഫിക്കേഷൻ പോലും റദ്ദായിരിക്കുന്ന സാഹചര്യത്തിൽ ആ പദ്ധതി ഉണ്ടോ ഇല്ലയോ എന്ന് പോലും സർക്കാർ ഇപ്പോൾ പറയുന്നില്ല. അപ്പം അതുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകളുണ്ട്. അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ ജാഥയിൽ ഉയർത്താനും നമ്മുടെ വികസന പദ്ധതികളെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാവുന്ന പുതിയ ആശയങ്ങൾ, എറണാകുളം പോലെ ഏറ്റവും റവന്യൂ വരുമാനം സർക്കാരിന് ലഭിക്കുന്ന ഒരു ജില്ലയിൽ കുറെ കൂടി അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ നിരവധി സംരംഭകരെ ആകർഷിക്കാൻ കഴിയാവുന്ന പദ്ധതികൾ ഒക്കെ ഉണ്ടാകണമെന്നുള്ളതാണ് UDF ആഗ്രഹിക്കുന്നത്. അത്തരത്തിലുള്ള ചർച്ചകളാണ് നടക്കുന്നത്. മാർട്ടിൻ ആക്റ്റീവ് ആയിരുന്നല്ലോ. അവൻ ശരി കാണാം.